ഇപ്പൊ തന്നെ ഇന്ന് ഏറ്റവും രസകരമായൊരു കാഴ്ച ഇന്നുണ്ടായത്. ഇന്നാണ് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന എം വി രാഘവന്റെ കാലത്തും ആരംഭിക്കാൻ ആഗ്രഹിച്ച വിഴിഞ്ഞം പദ്ധതി ശ്രീമാൻ ഉമ്മൻചാണ്ടി ആ സ്വപ്നം സാക്ഷാത്കരിച്ചു. സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഇച്ഛാശക്തി ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യപ്പെടുകയായിരുന്നു. പക്ഷേ അന്നൊരു ഭരണ തുടർച്ച 2016 ഉണ്ടാകുമായിരുന്നെങ്കിൽ 2019 ഈ ആദ്യഘട്ടത്തിൽ ഇവിടെ ചില മന്ത്രിമാര് പറയുന്നുള്ളൂ തറക്കല്ലിട്ടുകൊണ്ടായോ. അങ്ങനെയല്ല, വിഴിഞ്ഞത്തിന്റെ വേറെ പ്രത്യേകതയുണ്ട്, നിങ്ങൾ മനസ്സിലാക്കും. ഞാൻ പത്രക്കാരോട് ഞാൻ പറഞ്ഞു, ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടെന്ന് അറിയൂ വർക്ക് തുടങ്ങുന്ന ദിവസം. അദ്ദേഹം പറഞ്ഞു വർക്ക് തുടങ്ങുന്ന ദിവസം ഞാൻ വന്ന് തറക്കല്ലിടും, അല്ലാതെ തറക്കല്ല് കുറെ നാളിങ്ങനെ വെയിലും മഴയും കൊണ്ട് പത്രക്കാരെ കൊണ്ടൊക്കെ പറയിപ്പിച്ച് അതിന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എന്നാ വർക്ക് തുടങ്ങുന്നേ അന്നേ ഞാൻ തറക്കല്ലിടും. വർക്ക് തുടങ്ങി 3-ാം മാസമാണ് ഇലക്ഷൻ വന്ന് ഗവൺമെന്റ് മാറുന്നത്. അങ്ങനെ ഗവൺമെന്റ് മാറി പിണറായി വന്നപ്പോ ആദ്യത്തെ 5 കൊല്ലം വേസ്റ്റ് ആക്കി. കടന്നപ്പള്ളിയാണ് മന്ത്രി. അദ്ദേഹം വിഴിഞ്ഞത്ത് പോയി കാറ്റുകൊണ്ടു. കാരണം ഈ ഏറ്റെടുത്ത കമ്പനിക്ക് വർക്ക് മുന്നോട്ട് പോകാനുള്ള അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാക്കുന്നതിൽ അന്ന് സംസ്ഥാന സർക്കാർ മെല്ലെ പോക്ക് നയം സ്വീകരിച്ചു. എഴഞ്ഞെഴഞ്ഞ് നീങ്ങി. നേരെ മറിച്ച് അതൊക്കെ വേണ്ടത്ര സമയത്ത് കൊടുത്തിരുന്നെങ്കിൽ ഈ ഘട്ടം ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ 1000 ദിവസം കൊണ്ട് 1-ാം ഘട്ടം പൂർത്തിയാക്കും. 1000 ദിവസം പോയിട്ട് ഇപ്പൊ ഏതാണ്ട് 9 വർഷമാണ് ഇന്ന് പൂർത്തിയാക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഏറ്റവും സന്തോഷകരമായിട്ടൊരു കാഴ്ച, സന്തോഷം എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിനൊട്ടും നല്ലതല്ല, ഈ മുഴുവൻ ക്രെഡിറ്റും എടുക്കാൻ നോക്കിയ പിണറായിക്ക് ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ തന്നെ ഒരു പണി കൊടുത്തു. ആദ്യം എല്ലാരേക്കാളും മുമ്പ് സീറ്റിലിരുന്നു. അവിടെ ചെന്ന് സീറ്റിലിരുന്നപ്പോഴേക്കും അവിടെ നിന്ന് നരേന്ദ്രമോദി സിന്ദാബാദ് എന്ന് പറഞ്ഞു. ഇയാൾ അതിന്റെ ഒപ്പം വെച്ചു കൊടുത്തു. മന്ത്രിമാരൊക്കെ ഇതൊക്കെ എന്റെ കഴിവുകൊണ്ടാന്ന് പറഞ്ഞ മന്ത്രിമാരൊക്കെ വിഷണ്ണരായി. ഇന്നിപ്പോ റിയാസിന്റെ ഒരു കരച്ചിൽ ഞാൻ കണ്ടു. ഇത് എന്ത് ജനാധിപത്യമാണ്? പിന്നെ മൂപ്പരുടെ ഗവൺമെന്റ് ഒക്കെ നല്ല ജനാധിപത്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇന്ന് യോഗത്തിൽ പങ്കെടുക്കേണ്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഈ ലിസ്റ്റിൽ ഒരാഴ്ചവട്ട ലിസ്റ്റ് അദ്ദേഹത്തിന്റെ പേരില്ല. ഇന്നത്തെ എങ്ങനെയായിരുന്നു ഇന്നത്തെ ചടങ്ങ്? പ്രധാനമന്ത്രി ഉദ്ഘാടനം, മുഖ്യമന്ത്രി അധ്യക്ഷൻ, സ്വാഗതം VN വാസവൻ. ഈ 3 പേർക്കല്ലാണ്ട് 4ാമത് സ്റ്റേജിലിരിക്കുന്ന ഒരാൾക്ക് പ്രസംഗമില്ല. സ്ഥലം MP ശശി തരൂര് സ്റ്റേജിലിരിക്കുക, അദ്ദേഹത്തിനെ വിളിക്കുന്നില്ല. സ്ഥലം MLA വിൻസെന്റ്, അദ്ദേഹത്തിന് പ്രസംഗമില്ല. അതേ സ്റ്റേജിൽ ഒരു പഞ്ചായത്ത് അംഗം പോലും അല്ലാത്ത രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ട്. അപ്പൊ രാജീവ് ചന്ദ്രശേഖരനും പ്രതിപക്ഷ നേതാവിനും MPക്ക് MLAക്ക് ഒരേ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഇതിനാരാ കൂട്ടുനിന്നത്? മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടുള്ള ഏർപ്പാടല്ലേ? ലോക്കൽ MLAയും MPയെയും പങ്കെടുപ്പിക്കാതിരിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ പറയില്ലേ അദ്ദേഹം സ്ഥലം MP പ്രസംഗിക്കണം, സ്ഥലം MLA പ്രസംഗിക്കണം? അപ്പൊ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു ജോലിയും ചെയ്യാത്ത ആളുകൾ എല്ലാം തട്ടിയെടുക്കാൻ നോക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചെയ്ത കാര്യം മാത്രം പറഞ്ഞാൽ മതി, ജനം നമുക്ക്. പണ്ട് കാലത്ത് ഉള്ളതുപോലെ ഡോർ ടു ഡോർ ക്യാമ്പയിൻ, എന്തൊക്കെ വാട്സപ്പ് വന്നാലും ശരി, എന്തൊക്കെ മോഡേണൈസേഷൻ വന്നാലും ശരി, ആ ഡോർ ടു ഡോർ ക്യാമ്പയിന്റെ മെച്ചം മറ്റൊന്നിനും കിട്ടില്ല. ഇപ്പൊ നിങ്ങളൊരു വീട്ടിൽ ചെല്ലും. ഞാൻ ഇന്നലെ ആശാ വർക്കർമാരുടെ സമരത്തിന് അവിടെ പോയി. ഞാൻ കാറിൽ കയറാൻ നേരത്തെ ഒരു സ്ത്രീ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ നിങ്ങളുടെ ഈ അടിയൊക്കെ ഒന്ന് നിർത്തിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് കൂട്ടി. ഞാൻ എന്തടി, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. എന്നാലും ഇതൊരു ജനാധിപത്യ പാർട്ടിയല്ല, അല്പം ജനതൊക്കെ ഉണ്ടെങ്കിലും ഒരിക്കലും ഞങ്ങൾ ലക്ഷ്മണ രേഖ കടക്കില്ല. എന്നാ സന്തോഷം. അപ്പൊ ആ ഒരു മനോഭാവത്തിലേക്ക് നമ്മുടെ ജനങ്ങൾ എത്തിച്ചേർന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തുമ്പോൾ ചില സംശയം ചോദിക്കും. ഇപ്പൊ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. അന്നത്തെ ഉദ്ഘാടന ദിവസം
ഒരു സംഭവം ഉണ്ടായതിന്റെ പേരിൽ അന്നത്തെ ചാനൽ ചർച്ച ഉണ്ടായിരുന്നു. കോൺഗ്രസിന് അധികാരം കിട്ടിയാൽ ഇതല്ലേ അവസ്ഥ. സംഭവം സ്ഥിരം വിഡീകരന്മാര് നമ്മുടെ പാർട്ടിയിലുണ്ടെന്ന് എനിക്ക് പറയാൻ നിങ്ങൾക്ക് പറയാം. മുൻകാലങ്ങളിലൊക്കെ ഇത് കുറെ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു സംഭവത്തിനെ കേരളത്തിലെ ചില ചാനലുകൾ നൽകിയ ആ ഒരു പ്രചരണം, ഇതൊക്കെ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ചെയ്തറിയില്ല. അപ്പൊ നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവര് ചോദിക്കും ഈ ചോദ്യങ്ങളൊക്കെ. അപ്പൊ നമ്മളവിടെ ഇരുന്ന് കുറച്ച് ക്ഷമയോടുകൂടെ മറുപടി പറയും. അല്ലാണ്ട് അടുത്ത വീട്ടിലേക്ക് ഓടാൻ തിരക്കായിട്ട് കാര്യമില്ല. എന്നവർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയും. ഞങ്ങള് ജനാധിപത്യ പാർട്ടിയാണ്, അല്പം കശപിശയൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ വീട്ടും നിങ്ങളും വീട്ടുകാരൊക്കെ അല്പം നടക്കൊക്കെ ഉണ്ടാവാറില്ല. അതുപോലെ ഞങ്ങൾക്ക് അതൊന്നും ബാധിക്കൊന്നുമില്ല, ഇതിനൊന്നും ബാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് നമുക്ക് നോക്കിക്കണമെന്നുണ്ട്. പക്ഷെ ചില സംശയങ്ങൾ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക. അത് ദൂരീകരിക്കാൻ കഴിയണം. അത് ദൂരീകരിച്ചു കഴിഞ്ഞാൽ ജനം നമുക്ക് വോട്ട് ചെയ്യൂ. കാരണം എങ്ങനെയാണ് ഇവർക്ക് വോട്ട് ചെയ്യുക? ഈ പിണറായിക്ക് ആശാ വർക്കർമാരെ കണ്ടില്ലേ എന്തൊക്കെ കരഞ്ഞ് കഷ്ടപ്പെട്ട് വെയിലും മഴയും കൊണ്ട് മുടി മുറിച്ച് സമരം ചെയ്തിട്ട് വരും. അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നുണ്ടോ മുഖ്യമന്ത്രി? അതിനെ അപഹസിക്കുക, അവഹേളിക്കുക. അത് ഇതിനേക്കാൾ കഷ്ടമായിരുന്ന വനിതാ റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം. ഈ ഉപ്പ് നിലത്ത് വെതറിയിട്ട് അതിൽ കൂടെ മുട്ടുകുത്തി നടക്കുന്നത്, ചോരി വെച്ചിട്ട് കാഴ്ച കണ്ട വല്ലാത്തൊരു സങ്കടമാണ്. നാളെ ഒരു പോലീസ് ഓഫീസർ ആവേണ്ടവരാണ് ഇങ്ങനെ മുട്ടിലഴിഞ്ഞ് നടന്നത്. അതിന്റെ രസമല്ല, 500 പോസ്റ്റുകൾ വിട്ടു. വെറും 45 പേരെ മാത്രം വെച്ച് കഴിഞ്ഞ 19-ാം തീയതി ലിസ്റ്റ് ക്യാൻസൽ ചെയ്തു. കരഞ്ഞിട്ടാണ് കുട്ടികളെ നടക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ആരും ഇവർക്ക് വോട്ട് ചെയ്യും? അപ്പൊ നമുക്കൊരിക്കലും സംശയം ഉണ്ടാവരുത്. നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോ, 3ാം പിണറായി സർക്കാരൊന്നും കേരളത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ ഉറപ്പിച്ച് അങ്ങ് നീങ്ങുക. അല്ലാതെ വല്ല മാറ്റം ഉണ്ടാവും എന്നാണ് സംശയം വന്നത്. പിണറായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ മൂന്നാമതോ. അവരുടെ പാർട്ടിയിൽ തന്നെ ഉണ്ട് ഈ മനുഷ്യൻ അധികാരത്തിന് പുറത്തു പോയാലേ ഞങ്ങളുടെ പാർട്ടി രക്ഷപ്പെടൂ എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് CPM പ്രവർത്തകരുണ്ട് പാർട്ടി. ഇവിടെ സ്ത്രീകളുടെ കണ്ണീര് പുരാണങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? പാഞ്ചാലിയുടെ കണ്ണീരിലല്ലേ കൗരവർക്ക് വംശനാശം സംഭവിച്ചു. 101 മക്കൾ മരിക്കുന്ന കാഴ്ച കണ്ട ഗാന്ധാരിയുടെ ശാപത്തിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും രക്ഷപ്പെടാൻ പറ്റിയില്ല. ഇതൊക്കെ വെറും പുരാണത്തിലെ കഥകളായിട്ട് കാണരുത്. സ്ത്രീകളുടെ കണ്ണീര്. അവസാനം ആശാ വർക്കർമാരെയും വനിതാ റാങ്ക് ഹോൾഡേഴ്സിന്റെയും മാത്രമല്ല, സ്വന്തം സഖാവായിട്ടുള്ള ശ്രീമതി ടീച്ചറുടെ പോലും കണ്ണീര് പിണറായിക്കെതിരായിട്ട്. അതാണ് ഇതൊക്കെ പറഞ്ഞാലും പിണറായിക്കൊരു സമാധാനം ഇല്ലല്ലോ. മകളുടെ വീട്ടിലെ കേസ് ഈ സ്ത്രീകളുടെ കണ്ണീര് വീണോണ്ടാണ് അദ്ദേഹത്തിന്റെ മകൾക്ക് പോലും സ്വസ്ഥയില്ലാത്ത സാഹചര്യം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ജനം ഒരു മാറ്റം ആഗ്രഹിക്കും. അങ്ങനെ മാറ്റം വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് ജയിക്കും. പിന്നെ നമുക്കറിയാം, അത്യാവശ്യം ഈ നമ്മുടെ പാർട്ടിയിലൊക്കെ പുനഃസംഘടനയൊക്കെ ഒരു പണ്ട് കാലം പോലെയല്ല. ഞാനിപ്പോ ഓർക്കുന്നൊരു കാര്യം, ശ്രീമാൻ AK ആന്റണി KPC പ്രസിഡന്റ് ആയിട്ട് വന്നപ്പോൾ 87 അവസാനം അദ്ദേഹം വന്ന പ്രതിപക്ഷ നേതാവായിരുന്ന K കരുണാകരനും കൂടെ 3 മണിക്കൂർ ചർച്ചയിലാണ് 14 DCC പ്രസിഡന്റുമാർ. 3 മണിക്കൂർ ചർച്ചയുണ്ട്. പത്രത്തില് ഇന്ന് പുനഃസംഘടന നടക്കും, നാളെ നടക്കും, മറ്റന്നാൾ, അങ്ങനത്തെ ഒരു വാർത്തയില്ല. അന്ന് വലിയ ചാനലുകാരന്റെ ശരിയാവില്ല. അന്ന് പത്രം മാത്രമേ ഉള്ളൂ. അവര് എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് പ്രശ്നം സെറ്റ്. അത് കഴിഞ്ഞ് ഭാരവാഹികളായിട്ട് ഓരോ ജില്ലയിലും ആളുകളെ ചുമതല. ഇനി അവര് ചില വെട്ടും പിടിക്കുകയോ ചെയ്യും. അത് ഈ 2 പേരുമായിട്ടുള്ള അവസാനം AK ആന്റണിയും K കരുണാകരനായിട്ടുള്ള ചർച്ചയിൽ അതും പരിഹരിച്ചു. അതിന്റെ പോയിന്റ് ഞാൻ ഓർക്കുന്നത്, അത് എല്ലാം കഴിഞ്ഞ് നേതാക്കന്മാരിരുന്നിട്ട് അന്ന് ഈരപ്പിക്കുന്ന ഏർപ്പാടുണ്ട്. പക്ഷെ 2 കൂട്ടർ തമ്മിൽ. അതുകൊണ്ട് പിന്നെ സംഭവം എത്ര പ്രയാസം ഉണ്ടായില്ല. ഇന്നിപ്പോ എത്ര കൂട്ടുകാരുടെ ചർച്ച നടക്കുന്നു അന്നങ്ങനെ 2 കൂട്ടുകാരുടെ ചർച്ച നടത്തിയാൽ മതി. അങ്ങനെ നമ്മുടെ അലക്സാണ്ടർ ചക്രവർത്തി സാറിന്റെ പേര്. അപ്പോ 2 പേരുള്ള ചർച്ചയില് K കരുണാകരൻ ആദ്യം ചോദിക്കുകയാണ്, അലക്സാണ്ടർ ഭാഷ പേര് ഇതില്ലല്ലോ, എന്തോ ആന്റണി പറഞ്ഞ് ഇവിടെ കുറച്ച് എണ്ണം കൂടിയൊന്ന് സംശയമുണ്ട്, അതുകൊണ്ടാണ് ഞാനൊന്നും പറയാതെ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇവിടെ അലക്സാണ്ടർ മാർക്ക് അപ്പോ ഈ
മലപ്പുറത്ത് അന്ന് നമ്മുടെ കൂടെ ഒരു വക്കീലുണ്ടായിരുന്നു, വേണുഗോപാലൻ വക്കീൽ. അയാൾ അവസാനം നമ്മുടെ പാർട്ടിയിൽ നിന്ന് പോയി. NDA സ്വന്തമായിട്ട് 91 പാർലമെന്റ്. ഞങ്ങളുടെ പാർലമെന്റ് നമ്മുടെ സ്വന്തം ആളായിരുന്നു. അപ്പൊ അദ്ദേഹം കെ കരുണാകരൻ എന്ത് പറഞ്ഞു? അപ്പൊ അദ്ദേഹത്തിന് ഈ വേണുഗോപാൽ വക്കീലിനെ ആക്കാൻ നോക്കിയപ്പോ, അല്ല അദ്ദേഹം പ്രൊഫസറായിരുന്നു, അദ്ദേഹത്തിനെ ആക്കാൻ നോക്കിയപ്പോ നമ്മുടെ അന്നത്തെ ഗ്രൂപ്പിന്റെ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവർ വിട്ടു. അപ്പൊ ശ്രീ കെ കരുണാകരൻ പ്രൊഫസർ ആക്കണമെന്ന് അപ്പൊ പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ, ഇവിടെ ഒന്ന് കൂടിയാലും കുഴപ്പമില്ല, അലക്സാണ്ടർ മാഷെ വിളിക്കാൻ, അതിന് പകരം മലപ്പുറത്ത് നോക്കുക പ്രൊഫസർ പോകേണ്ടി പ്രശ്നം പരിഹരിച്ചു. അന്ന് ഇവിടെ രസം ഉണ്ടായി. അവിടെ പൂമംഗലം ഉണ്ട്. ഇവിടെ പൂമംഗലത്തിന്റെ കീഴിലുണ്ടായിരുന്ന ആളെ പേര് പറയുന്നില്ല, വീട് ഭാരവാഹിക്കുന്ന ഒരാള് DCCയുടെ കുറച്ച് തലപ്പത്തുണ്ട്. ഇന്നൊക്കെ ആണെങ്കിൽ പൊട്ടിത്തെറിക്കലും മറ്റും ഉറപ്പാണ്. പക്ഷെ പൂമംഗലത്തിന്റെ അന്നത്തെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യയിലെ പ്രസിഡന്റ് ശ്രീ രാജീവ് ഗാന്ധി, കേരളത്തിലെ പ്രസിഡന്റ് ശ്രീമാൻ AK ആന്റണി, കോഴിക്കോട് ജില്ലയുടെ പ്രസിഡന്റ് A സുജനകുമാർ, കൊടുവള്ളിയുടെ പ്രസിഡന്റ് ഈ പൂമംഗൽ തപ്പൻ, അതിന്റെ ഇടയിൽ കുറെ വൈസ് പ്രസിഡന്റുമാരുണ്ട്, ജനറൽ സെക്രട്ടറി, ആര് നോക്കാനില്ല. ഒറ്റ ഡയലോഗാണ്, ഒരു കുഴപ്പമുണ്ടായില്ല, ഒരു പത്രവാർത്തയില്ല, ഒരു ബഹളവുമില്ല. അപ്പോ അങ്ങനെ കാര്യങ്ങൾ ഭംഗിയായിട്ട് സംഭവം പൂമംഗലത്തിന് പ്രയാസം ഉണ്ടായിരുന്നു, എന്നോട് തന്നെ പറഞ്ഞു. എങ്കിലും അന്ന് അതൊക്കെ തന്മയത്വത്തോടുകൂടെ കൈകാര്യം ചെയ്യാനുള്ള, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഈ നമ്മുടെ പാർട്ടി പ്രസിഡൻഷ്യൽ പാർട്ടി ഇപ്പൊ എന്താണെങ്കിലും പ്രസിഡന്റിനെ വിലയുള്ളൂ. കാരണം ബ്ലോക്കിലൊക്കെ ഇവിടുത്തെ എങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ, ബ്ലോക്കിലൊക്കെ തിരുവനന്തപുരത്ത് 60 ഭാരവാഹികൾ. പിന്നെ എങ്ങനെ ബൂത്തിലാളുടെ ബൂത്തിലെ പ്രവർത്തിക്കേണ്ട ആളൊക്കെ മണ്ഡലത്തിൽ ബ്ലോക്കിലെടുത്താൽ ആളവിടെ പോയിട്ടൊന്നുമില്ല. പക്ഷെ ബൂത്തിൽ നിർത്തേണ്ടവരെ ബൂത്തിൽ നിർത്തണ്ടേ? അപ്പൊ അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു തകരാറെന്ന് പറയുന്നത്. അപ്പൊ ബൂത്തിലെ ആൾക്കാരൊന്നും എവിടെയും പോയില്ല. പക്ഷെ നമ്മുടെ ACCയിൽ പറഞ്ഞ പോലെ പണിയെടുക്കുക അല്ലെങ്കിൽ വീട്ടിൽ പോയി, അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞൊരു കഥയാണ്, ഞാൻ ഇവിടെ നിന്ന് പറയാൻ. പണ്ട് പുരാണത്തിലുണ്ടല്ലോ, ഗണപതിയും സുബ്രഹ്മണ്യനും കൂടെ മാമ്പഴത്തിന് വേണ്ടിയിട്ട് നടത്തിയ വെറ്റ്. അതായത് നാരദൻ ഒരു മാമ്പഴം കൊണ്ട് കൊടുത്തു ശിവനും പാർവതിക്കും കൂടെ. അപ്പൊ നാരദൻ വിചാരിച്ചു ഇവർ രണ്ടുപേരും കൂടെ പണിക്കോട്ടെ എന്നാ വെച്ചു, കാര്യം ഭർത്താവ്. അപ്പോഴാണ് ഗണപതിയും സുബ്രഹ്മണ്യനും രണ്ടുപേർക്ക് ഈ മാമ്പഴം വാങ്ങി. ശിവപണി ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ 3 രൂപ ചുറ്റില്ല, എന്നാൽ ഇത് വരാം. സുബ്രഹ്മണ്യം പാവം മയിലിന്റെ പുറത്ത് കയറി ലോകം ചുറ്റാൻ പറ്റി. ഗണപതിക്ക് നോക്കിയപ്പോ ഈ വയറും വെച്ചിട്ട് അനങ്ങാൻ നിർത്തിയില്ല. മൂപ്പര് മാതാപിതാക്കളെ 3 റൗണ്ട് അടിച്ചു നടന്നു. ഇപ്പോഴേതാണെങ്കിൽ നമ്മുടെ നേതാക്കന്മാരെ 3 റൗണ്ട് വരെ വെച്ചിട്ടാണ് ഇപ്പൊ ഈ സാധനങ്ങൾ. സുബ്രഹ്മണ്യന്റെ പോലെ പണിയെടുത്താൽ ഇപ്പൊ ഒന്നും കിട്ടുന്നില്ല. ACC പറഞ്ഞിട്ടുള്ള എന്താ അറിയും, ആ ശൈലി മാറി ഗണപതിയെ ധ്യാനിക്കുക എന്ന് നല്ല കാര്യം ചെയ്യും. സുബ്രഹ്മണ്യന്റെ പ്രവൃത്തി എടുക്കും. ഗണപതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് സുബ്രഹ്മണ്യനെ പോലെ പണിയെടുത്താൽ നമുക്ക് 100 സീറ്റൊക്കെ അസംബ്ലിയിൽ ജയിക്കാൻ യാതൊരു പ്രയാസമില്ല. കോഴിക്കോട് കോർപ്പറേഷൻ നമുക്ക് ജയിക്കാൻ പറ്റും. ഇതിപ്പോ നമുക്ക് മൗസൂനക്കുറിപ്പിന് ശേഷം കോൺഗ്രസിന്റെ ഒരു മേയർ ഉണ്ടായില്ല. നടന്ന കാലത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു മേയർ കോഴിക്കോട് എനിക്ക് തോന്നുന്ന മൗസൂനക്കുറിപ്പിന് പിന്നെ റോബിനുണ്ടായിരുന്നു. പക്ഷെ അതിനെ പിരിച്ചുവിടേണ്ടി വരും നമുക്ക്. പിന്നെ കോൺഗ്രസിന് മേയർ ഉണ്ടായിട്ടില്ല. ആ ക്ഷീണം പരിഹരിക്കണം. പഞ്ചായത്തുകൾ 2010 പഞ്ചായത്ത് ദേശീയ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് റെക്കോർഡാണ് ഇവിടെ ഈ ജില്ലയിൽ. അന്ന് ജില്ലാ പഞ്ചായത്ത് പോയത് ഒറ്റ സീറ്റ് എന്ന് പറഞ്ഞാൽ ജയിക്കുന്ന ഉറപ്പുള്ള കോട്ടയ്ക്കിൽ പോയി, മറ്റേ പയ്യൂടിയിൽ ഉറപ്പായിട്ട് ജയിക്കേണ്ടതാണ്. അതുപോലെ കോർപ്പറേഷനില് 200 വോട്ടിനാണ് ഭരണം പോയത്. 2-3 വാർഡുകൾ 50 വോട്ട് 60 വോട്ടിനാണ്. അങ്ങനെ 4-5 വാർഡ് പോയപ്പോ ഭരണം പോയി. പക്ഷെ ഇന്നൊരു വ്യത്യാസമുണ്ട്. അന്നില്ലാത്ത ഒരു ശക്തി ഇപ്പോഴുണ്ട്, അതാണ് BJP. അതുകൊണ്ട് അങ്ങനെ അതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ജയിക്കും. ഒരു കാര്യം നിങ്ങൾ ഇലക്ഷൻ കാലത്ത് പറയേണ്ടത്, ഇവിടെ BJP CPM അവിശുദ്ധം. നിങ്ങൾ BJPക്ക് ആന്റി ഇൻകംബൻസിയുടെ പേരിൽ വോട്ട് ചെയ്താൽ അതിന്റെ മെച്ചം കിട്ടാൻ പോകുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്ക്. ആ ഒരു പ്രചരണത്തിലൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് വിജയിക്കാൻ കഴിയും.
ഏതായാലും വളരെ സന്തോഷം നിറഞ്ഞ ഒരു ചടങ്ങിൽ കുറെ കാലത്തിന് ശേഷം ഇവിടെ DCC ഓഫീസിൽ, മറ്റേത് ഞങ്ങളൊക്കെ അട്ടത്ത് കയറി അവിടെ കൂടി വെച്ചിട്ട് അങ്ങോട്ട് കയറിയിട്ടൊക്കെയാണ് ഇരിക്കുക. അത് 10 പേരിരുന്നാൽ 11ാമത്തെ ഇറക്കിയിരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ഇന്ന് സംസ്ഥാന കമ്മിറ്റി വരെ കൂടാനുള്ള വിശാലമായിട്ടുള്ള ഹോള് സൗകര്യങ്ങൾ എല്ലാം നമുക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ഇതിനൊക്കെ പഴയ കാലത്ത് നേതൃത്വം നൽകിയ പ്രായം ചെന്നവരെയും ബഹുമാനിക്കുക. കാരണം പ്രായം ചെന്നവരെ ബഹുമാനിച്ചില്ലെങ്കിൽ അവരുടെ മനസ്സിന്റെ പ്രയാസം നമ്മൾ എത്ര കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കിയാലും കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കൂടെ ആദരിക്കാൻ എടുത്ത തീരുമാനത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് ആ പഴയ നേതാക്കൾക്കൊക്കെ ആരോഗ്യവും ദീർഘായുസും ദൈവം നൽകട്ടെ. എനിക്ക് ഒരു പ്രായം ചെന്ന ആളുടെ പിറന്നാളിന് പോയപ്പോൾ ഞാൻ പറഞ്ഞു, ദീർഘായുസ് ഉണ്ടാവട്ടെ മതി. എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ആരോഗ്യം കൂടി ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ എനിക്ക് മക്കളുടെ അടിയും കൊണ്ട് ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞ പോലെ ആരോഗ്യവും ദീർഘായുസും ദൈവം നിങ്ങൾക്കൊക്കെ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഐശ്വര്യവും ഈ കെട്ടിടത്തിന് ഉണ്ടാവട്ടെ. നമുക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നല്ല MLA-മാരുമായി അവർക്ക് സ്വീകരണം കൊടുക്കാനുള്ള ഒരവസരം ഉണ്ടാവട്ടെ. അവരെ സ്വീകരിക്കാനുള്ള യോഗം പ്രവീണിന് ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും